ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടോ? അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കുമേൽ ആരെങ്കിലും ഒരു ചെറു വിരൽ പോലും അനക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. എന്നാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിക്കുന്ന യുവതി യുവാക്കളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതലും സനാതന ധർമ്മത്തിലേക്കാണ് ഇവർ എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾ കണ്ടുമടുത്തുകൊണ്ട് ഒരു ഇസ്ലാം യുവതി ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് സനാതന ധർമ്മം സ്വീകരിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ റജീന ബീഗമാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതന ധർമ്മം സ്വീകരിച്ചത്. ആസാമിലെ രംഗിയ സ്വദേശിയാണ് റജീന ബീഗം. സ്വന്തം മതത്തിലെ ജിഹാദി പ്രവർത്തനങ്ങളിൽ മണം മടുത്താണ് അവർ ഹിന്ദു മതം സ്വീകരിച്ചതെന്ന് പറയുന്നു. ഏറെ നാളായി സനാതന ധർമ്മം സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നുവെന്നും അവർ പറഞ്ഞു. റജീന ബീഗം എന്ന പേര് മാറ്റി അനന്യ എന്ന് ആക്കുകയും ചെയ്തു. ജുഗൽ ചന്ദ്ര ദേവ് ഗോസ്വാമിയുടെ ആത്മീയ മാർഗനിർദ്ദേശത്തോടെയാണ് നഗോണിലെ വിശുദ്ധ ശ്രീ ശ്രീ ജഗൽബന്ധ സത്രത്തിലെത്തി പരിപാടി നടത്തിയത്. ഹവനം ഉൾപ്പെടെയുള്ള ആചാരപരമായ ഹൈന്ദവ ആചാരങ്ങളെ തുടർന്നാണ് ഹർബസ്പതി പരിപാടി നടത്തിയത്. 1100ഓളം പേരാണ് ഇവിടെ എത്തി സനാതന ധർമ്മം സ്വീകരിച്ചിരിക്കുന്നതെന്നും അതേസമയം യുവതിയെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പേരിൽ തനിക്ക് നേരെ ആക്രമണ ശ്രമം നടത്തിയതായും അദ്ദേഹം പറയുന്നു. ഗുവാഹത്തി സന്ദർശിക്കാമോ എന്ന് ചോദിച്ച് എനിക്കൊരു കോൾ വന്നു. ഞാൻ സമ്മതിച്ചു. അതിനുശേഷം വിശ്വ ഹിന്ദു പരിഷത്തിൽ നിന്നുള്ള ഒരു സുഹൃത്തിനൊപ്പം ഞാനും പെൺകുട്ടിയെ കാണാൻ രംഗിയ സന്ദർശിച്ചു. എന്നാൽ പെൺകുട്ടിയെ കാണാൻ ഞങ്ങൾ എത്തുമെന്നറിഞ്ഞ് ചിലർ ഞങ്ങളെ പിന്തുടർന്നു. എന്നാൽ ഭാഗ്യവശാൽ ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് യുവതിയോട് കോടതിയിൽ സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞു. അതിനുശേഷമാണ് ചടങ്ങുകൾ നടത്തിയതെന്നും ജുഗൽ ചന്ദ്രദേവ് ഗോസ്വാമി പറഞ്ഞു. അതേസമയം മതം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിരവധി സംഭവങ്ങളാണ് നടക്കുന്നത്. ബലമായി മതം മാറ്റുന്ന സംഭവങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയം നടിച്ച് മുസ്ലിം യുവാക്കൾ അവരുടെ മതത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ലവ് ജിഹാദിന്റെ ഇരകളാകുന്ന സംഭവങ്ങളും നിരവധിയാണ്. അതോടൊപ്പം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം യുവാവ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു സന്യാസിയായി എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രയാഗ്രാജ് സ്വദേശിയായ സലീം അൻസാരിയാണ് പിതാവ് തന്റെ അമ്മയോട് ചെയ്ത ക്രൂരതകളിൽ മനം തൊന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ചത്. ഹിന്ദുക്കൾക്ക് ദയയും അനുകമ്പയും ഉണ്ട് എന്നും അതേപോലെ ഹിന്ദു മതത്തിൽ സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പിതാവിൽ നിന്നും പലപ്പോഴായി അമ്മയെ പീഡിപ്പിക്കുന്നതും താൻ കണ്ടിരുന്നുവെന്നും സലീം പറയുന്നു. സലീമിന്റെ മുന്നിൽ വെച്ച് പോലും അച്ഛൻ അമ്മയെ പലതവണ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഓരോ തവണയും സമീപത്ത് താമസിക്കുന്ന ഹിന്ദുക്കളാണ് തന്റെ അമ്മയെ പിതാവിൽ നിന്നും ആ പീഡനത്തിൽ നിന്നും രക്ഷിച്ചതെന്നും പറയുന്നു. സലീമിന്റെ അമ്മയെ ഹിന്ദുക്കൾ രക്ഷിച്ചതോടെ പലപ്പോഴും സലീമിന് സനാതന ധർമ്മത്തിലും താല്പര്യം തോന്നി തുടങ്ങിയെന്നും അങ്ങനെ പിതാവിന്റെ മരണശേഷം സനാതന ധർമ്മം സ്വീകരിക്കുകയായിരുന്നു. സലീം ഏറെ നാളായി സനാതന ധർമ്മത്തിലേക്ക് വരാനുള്ള ശ്രമത്തിലായിരുന്നു. സലീം എന്ന പേര് മാറ്റി ദേവേന്ദ്ര ശുക്ല എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആശ്രമത്തിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നതെന്നും അവിടെ അദ്ദേഹത്തിന് ദേവപ്രചരണത്തിന്റെ ചുമതല ലഭിച്ചു. ഇനി തന്റെ ജീവിതം സന്യാസത്തിന് വേണ്ടിയാണ് എന്നും സലീം പറയുന്നു. സമാനമായി മധ്യപ്രദേശിൽ ഒരു യുവാവ് തന്റെ ഹിന്ദു യുവതിയായ പ്രണയിനിയിൽ നിന്നും ഹിന്ദു മതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി സനാതനധർമ്മം സ്വീകരിച്ചു. ഇതോടെ ഹിന്ദു മതം സ്വീകരിക്കണമെന്ന ആഗ്രഹം യുവാവിന്റെ മനസ്സിൽ ഉടലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും ആരിഫ് ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹിന്ദു മതത്തിൽ കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇക്കൂട്ടർ പറയുന്നു. അവർ മുസ്ലിം സമുദായത്തിൽ അനുഭവിച്ച കഷ്ടതകൾ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഇസ്ലാം മതം വലിച്ചെറിയാൻ ഇക്കൂട്ടർക്ക് സാധിച്ചു എന്നതുകൂടെ ഇവിടെ പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.